ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. 32ാമത് സ്വദേശി ശാസ്ത്ര കോൺഗ്രസിന് കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിൽ തുടക്കമായി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക നവീകരണത്തിൽ പുസ്തകോത്സവങ്ങൾക്കും വായനയ്ക്കും നിർണായക പങ്കുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ 4ാം പതിപ്പിന് തിരുവനന്തപുരത്ത് തുടക്കം. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി തള്ളി. അന്തരിച്ച മുൻ മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ ഖബറടക്കം ഔദ്യോഗിക ബഹുമതികളോടെ എറണാകുളത്ത് നടന്നു. തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ് പദ്ധതിക്ക് ഈ വർഷം അംഗീകാരം ലഭിക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകിയതായി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക അണ്ടർ 19 പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം മത്സരം അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. 32ാമത് സ്വദേശി ശാസ്ത്ര കോൺഗ്രസിന് കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിൽ തുടക്കമായി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്തു. ഈ മാസം 9 വരെയാണ് പരിപാടി. ശാസ്ത്രമേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് സ്വദേശി ശാസ്ത്ര പുരസ്കാരങ്ങൾ സമ്മേളനത്തിൽ സമ്മാനിക്കും. സാമൂഹിക നവീകരണത്തിൽ പുസ്തകോത്സവങ്ങൾക്കും വായനയ്ക്കും നിർണായക പങ്കുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ 4ാം പതിപ്പ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകം ഇന്ന് നേരിടുന്ന വെല്ലുവിളികൾ വായനാ ലോകത്തിന്റെ സജീവ ചർച്ചയിലുണ്ടാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതിദാരിദ്ര്യത്തിൽ നിന്നും നമ്മുടെ നാട് മുക്തി കൈവരിച്ചു. അതിനു പിന്നിൽ മലയാളി വായനയിലൂടെ ആർജിച്ച അപരസ്നേഹം ഒരു ഘടകമായിട്ടുണ്ട് എന്ന് നിസ്സംശയം പറയാം. ഈ ജീവിത നിരീക്ഷണത്തിന്റെ പശ്ചാത്തലത്തിലാണ് പുസ്തകോത്സവങ്ങളുടെ പ്രസക്തി നാം തിരിച്ചറിയേണ്ടത്. ഒരു പുസ്തകത്തെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുമ്പോൾ ജീവിതത്തിലുടനീളം കൂട്ടായി വരുന്ന നല്ലൊരു സുഹൃത്തിനെ നാം കണ്ടെത്തുകയാണ്. ഇത്തവണത്തെ നിയമസഭാ പുരസ്കാരം എഴുത്തുകാരൻ NS മാധവന് മുഖ്യമന്ത്രി സമർപ്പിച്ചു. ബുക്കർ പുരസ്കാര ജേതാവ് ബാനു മുഷ്താഖ് പങ്കെടുക്കുന്ന KLIBF ഡയലോഗാണ് ആദ്യ ദിനത്തെ മുഖ്യ ആകർഷണം. ഈ മാസം 13 വരെയാണ് പുസ്തകോത്സവം. മുൻ മന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായ വി കെ ഇബ്രാഹിം കുഞ്ഞിന് അന്ത്യാഞ്ജലി. എറണാകുളം ആലങ്ങാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഔദ്യോഗിക ബഹുമതികളോടെ ഖബറടക്കം നടന്നു. അർബുദബാധയെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്ന അദ്ദേഹം എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെയാണ് അന്തരിച്ചത്. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പരാതികളും എതിർപ്പുകളും ഈ മാസം 22 വരെ സമർപ്പിക്കാം. കരട് വോട്ടർ പട്ടികയിലെ ഹിയറിംഗ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ നടത്തുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. അർഹരായ മുഴുവൻ ആളുകളെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി തള്ളി. ഇതേ കേസിലെ ജാമ്യാപേക്ഷകൾ നേരത്തെ വിജിലൻസ് കോടതിയും ഹൈക്കോടതിയും തള്ളിയിരുന്നു. അതേസമയം കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. തിരുവനന്തപുരത്തെ ഔട്ടർ റിംഗ് റോഡ് പദ്ധതിക്ക് ഈ വർഷം ഫെബ്രുവരിയിലോ മാർച്ചിലോ കേന്ദ്ര അംഗീകാരം ലഭിക്കുമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നവർക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉറപ്പു നൽകിയതായും അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. തിരുവനന്തപുരം വെങ്ങാനൂരിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാൾ മരിക്കാനിടയായതിനെ തുടർന്ന് പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കി. വിഴിഞ്ഞം ന്യൂ മുക്കോല കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് ബോധവൽക്കരണ പരിപാടികൾ ആരംഭിച്ചു. സമാന രോഗലക്ഷണമുള്ളവർ പ്രദേശത്തുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. ആലപ്പുഴയിൽ കുഷ്ഠരോഗ നിർണയത്തിനായി ഈ മാസം 20 വരെ വിപുലമായ പരിപാടികളുമായി ആരോഗ്യവകുപ്പ്. അശ്വമേധം ക്യാമ്പയിന്റെ 7ാം ഘട്ടത്തിന് ഇന്ന് ജില്ലയിൽ തുടക്കമായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ. നിലവിൽ ജില്ലയിൽ 18 പേരാണ് കുഷ്ഠരോഗത്തിന് ചികിത്സയിലുള്ളത്. രോഗം മൂലം ഭാഗികമായി അംഗവൈകല്യമുള്ള 3 പേർ ഉൾപ്പെടുന്നുണ്ട്. കുട്ടികളിൽ രോഗം കണ്ടെത്തിയതാണ് പ്രശ്നം ഗൌരവമായി കാണാൻ ആരോഗ്യവകുപ്പിനെ പ്രേരിപ്പിച്ചത്. കുഷ്ഠരോഗികളെ കണ്ടെത്താൻ 1957 ടീമുകളാണ് രംഗത്തിറങ്ങുന്നത്. വീട് വീടാന്തരം കയറിയിറങ്ങി പ്രാഥമിക ത്വക്ക് പരിശോധന നടത്തും.
വയനാട് കൽപ്പറ്റയിൽ പേപ്പർ രഹിത കോടതി സംവിധാനം നടപ്പിലാക്കുന്നതിന്റെ ഉദ്ഘാടനം സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഓൺലൈനായി നിർവഹിച്ചു. നീതിന്യായ വ്യവസ്ഥയെ ഈ നടപടി കൂടുതൽ ജനകീയവൽക്കരിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. ഇതാദ്യമായാണ് ജില്ലാ ജുഡീഷ്യറിയുടെ മുഴുവൻ പ്രവർത്തനങ്ങളും പൂർണ്ണമായും കടലാസ് രഹിതമാകുന്നത്. ചന്ദ്രിക ദിനപത്രത്തിന്റെ ചീഫ് ഫോട്ടോഗ്രാഫർ കെ ഗോപകുമാർ വാഹനാപകടത്തിൽ മരിച്ചു. 58 വയസ്സായിരുന്നു. തിരുവനന്തപുരം കാരയ്ക്ക മണ്ഡപത്തിന് സമീപമായിരുന്നു അപകടം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കുന്ന പ്രത്യേക ചർച്ചകൾ തിങ്കളാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്നു. സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ജനങ്ങളിലെത്തിക്കുകയാണ് ലക്ഷ്യം. നാരി ശക്തി വന്ദൻ അധിനിയം എന്ന വിഷയത്തെക്കുറിച്ച് ഇന്ന് ഉച്ചയ്ക്ക് 1:45 പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടിയിൽ ദേശീയ വനിതാ കമ്മീഷൻ ഉപദേശക സമിതി അംഗം അഡ്വക്കേറ്റ് ജി അഞ്ജനാദേവി സംസാരിക്കും. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 56 ദിവസം നീളുന്ന മുറജപത്തിലെ 6ാം മുറയ്ക്ക് സമാപനമായി. ഈ മാസം 14-നാണ് മുറജപത്തിന് സമാപനം കുറിച്ച് നടത്തുന്ന ലക്ഷദീപം. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. 8 ദിവസം വീതമുള്ള 7 മുറകൾ ചേർന്നതാണ് ഒരു മുറജപ കാലയളവ്. ഈ മാസം 14-ന് നടത്തുന്ന ലക്ഷദീപത്തിന് വിപുലമായ ഒരുക്കങ്ങളാണ് ക്ഷേത്രത്തിൽ പുരോഗമിക്കുന്നത്. ജപകാലയളവിലെ അവസാന ശീവേലി ദർശിക്കാൻ 15,000 പേർക്ക് മാത്രമാണ് അവസരം. തുടർന്നുള്ള 2 ദിവസവും ലക്ഷദീപം തെളിയിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ലക്ഷദീപ ശീവേലി ദർശിക്കുന്നതിനുള്ള പാസ് നാളെ രാവിലെ 10 മുതൽ ഓൺലൈനായി ബുക്ക് ചെയ്യാമെന്ന് ക്ഷേത്രം അധികൃതർ അറിയിച്ചു. ശബരിമല സന്നിധാനത്ത് പ്രതിദിനം ദർശനത്തിനെത്തുന്നത് 1 ലക്ഷത്തിലധികം ഭക്തർ. മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ശബരിമല നട തുറന്നതിന് ശേഷം ഇതുവരെ 6.5 ലക്ഷത്തോളം അയ്യപ്പ ഭക്തരാണ് സന്നിധാനത്ത് ദർശനത്തിനെത്തിയത്. ഈ മാസം 14-നാണ് മകരവിളക്ക്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക അണ്ടർ-19 പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്കാണ് മത്സരം. ആദ്യ 2 മത്സരങ്ങളിൽ ജയിച്ച ഇന്ത്യ ഇതിനോടകം തന്നെ പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്. ISROയുടെ ഈ വർഷത്തെ ആദ്യ ദൌത്യമായ അന്വേഷ ഉപഗ്രഹ വിക്ഷേപണം ഈ മാസം 12-ന് നടക്കും. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് രാവിലെ 10:17-നാണ് വിക്ഷേപണം. വിക്ഷേപണ വാഹനമായ PSLVയുടെ 62ാം ദൌത്യമാണിത്. അന്വേഷ ഉപഗ്രഹത്തിൽ ആധുനിക ഇമേജിംഗ് സംവിധാനങ്ങളാണുള്ളത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 225 പോയിന്റ് താഴ്ന്ന് 84,838-ലും നിഫ്റ്റി 64 പോയിന്റ് നഷ്ടത്തിൽ 26,115-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 480 രൂപ വർദ്ധിച്ച് 1,02,280 രൂപയും ഗ്രാമിന് 12,785 രൂപയുമാണ് ഇന്നത്തെ വില. ടെക്സ്റ്റൈൽസ് മന്ത്രിമാരുടെ ദേശീയ സമ്മേളനം നാളെ അസമിലെ ഗുവാഹത്തിയിൽ ആരംഭിക്കും. നയം, നിക്ഷേപം, നവീകരണം എന്നിവയെക്കുറിച്ചുള്ള 2 ദിവസത്തെ ചർച്ചകൾക്കായി രാജ്യത്തെ ടെക്സ്റ്റൈൽസ് മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും ഒത്തുചേരും. ഇടുക്കിയിൽ 7 ലക്ഷം രൂപ വില വരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ വീട്ടുജോലിക്കാരിയെ പോലീസ് പിടികൂടി. പത്തനംതിട്ട സ്വദേശിനി സുജാതയാണ് പിടിയിലായത്. ഡിസംബർ 25-നാണ് മോഷണം നടന്നത്. തൃശൂർ കൊടകര ആളൂരിൽ കിണറ്റിൽ മാലിന്യ കൂമ്പാരങ്ങൾക്ക് തീപിടിച്ചു. ആശുപത്രി മാലിന്യങ്ങൾ ഉൾപ്പെടെ കൂട്ടിയിട്ടിരുന്ന സ്വകാര്യ വ്യക്തിയുടെ ആളൊഴിഞ്ഞ പറമ്പിലെ കിണറ്റിലാണ് തീപിടുത്തം. പുക ശ്വസിച്ച പ്രദേശവാസികൾക്ക് ശ്വാസതടസ്സം അനുഭവപ്പെട്ടു. ഡൽഹി NCRലെ വായു മലിനീകരണത്തിന്റെ എല്ലാ പ്രധാന സ്രോതസ്സുകളും 2 ആഴ്ചയ്ക്കുള്ളിൽ കണ്ടെത്താൻ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് കമ്മീഷന് നിർദ്ദേശം നൽകി സുപ്രീംകോടതി. കണ്ടെത്തുന്ന പ്രശ്നങ്ങൾ ഘട്ടം ഘട്ടമായി പരിഹരിക്കുന്നതിന് മേഖലാടിസ്ഥാനത്തിൽ ദീർഘകാല കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കാനും കോടതി നിർദ്ദേശം നൽകി. ഈ മാസം 21-നകം കർമ്മ പദ്ധതി തയ്യാറാക്കാനാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ചിന്റെ നിർദ്ദേശം. പ്രധാന വാർത്തകൾ വീണ്ടും. 32ാമത് സ്വദേശി ശാസ്ത്ര കോൺഗ്രസിന് കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിൽ തുടക്കമായി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക നവീകരണത്തിൽ പുസ്തകോത്സവങ്ങൾക്കും വായനയ്ക്കും നിർണായക പങ്കുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ 4ാം പതിപ്പിന് തിരുവനന്തപുരത്ത് തുടക്കം. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി തള്ളി. അന്തരിച്ച മുൻ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിന്റെ ഖബറടക്കം ഔദ്യോഗിക ബഹുമതികളോടെ എറണാകുളത്ത് നടന്നു.
തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ് പദ്ധതിക്ക് ഈ വർഷം അംഗീകാരം ലഭിക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകിയതായി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക അണ്ടർ-19 പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാം മത്സരം അല്പസമയത്തിനകം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.